ഒന്ന് അക്രമത്താൽ കത്തുന്നു, മറ്റൊന്ന് അതിനായി തയ്യാറെടുക്കുന്നു. ഒരു വശത്ത് ലീപ്പ താഴ്വര, മറുവശത്ത് ഇന്ത്യയുടെ കിഴക്കൻ വശമുള്ള ബംഗ്ലാദേശ് അതിർത്തി. ഇതെല്ലാം യാദൃശ്ചികതയാണോ അതോ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനുള്ള കണക്കുകൂട്ടിയ നീക്കമോ? നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള 9 കിലോമീറ്റർ ദൂരമാണിത്. ഇത് പാകിസ്ഥാൻ അധിനിവേശത്തിലാണ് ഈ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. മേഖലയിലെ സൈനികവൽക്കരിക്കപ്പെട്ട മേഖലകളിൽ ഒന്നാണിത്. നിലവിൽ ഇതൊരു ഭീഷണി ഉയർത്തുന്ന പോയിന്റാണ്. ലിപ താഴ്വരയിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വെടിയുതിർത്തു. ഇന്ത്യ സമാനമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ ആളപായമുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പക്ഷേ പാകിസ്ഥാൻ സൈന്യം എല്ലായ്പ്പോഴും ശക്തമായി തന്നെയാണ് തുടരുന്നത്. ലിപ താഴ്വര എന്തുകൊണ്ടാണ് പൊട്ടിത്തെറി പോയിന്റായി മാറുന്നതെന്ന് നോക്കാം. വളരെ കാലമായി നുഴഞ്ഞുകയറ്റത്തിനുള്ള ഒരു മാർഗമാണ് ഈ താഴ്വര. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇതുവഴിയാണ് ഇന്ത്യയിലേക്ക് കടന്നിരുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിന്റെ മറവിൽ വെടിവെപ്പ് നടത്താനും അവസരമുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുമ്പോഴെല്ലാം ആദ്യം ചൂടുപിടിക്കുന്നത് ലീപ്പ താഴ്വരയാണ്. 1971 യുദ്ധത്തിലേക്ക് നോക്കിയാൽ ബംഗാളിന്റെ വിമോചനത്തിന് ഇത് സഹായിച്ചു. പ്രധാന സൈനിക നീക്കം ഇന്ത്യയുടെ കിഴക്കൻ ജമ്മുവിലായിരുന്നു. ലിപ താഴ്വര ഉൾപ്പെടെ കശ്മീരിലും തീവ്രമായ പോരാട്ടം നടന്നു. പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ സൈന്യം ലിപ താഴ്വര മുഴുവൻ പിടിച്ചെടുത്തു. ഒടുവിൽ പാകിസ്ഥാൻ ബംഗാളിൽ പരാജയപ്പെട്ടു. 93,000 സൈനികർ ആ യുദ്ധത്തിൽ കീഴടങ്ങി. ഷിംല കരാർ ഒപ്പുവെച്ചു. അങ്ങനെ ഇന്ത്യക്ക് ലിപ താഴ്വര പാകിസ്ഥാനിലേക്ക് തിരികെ നൽകേണ്ടി വന്നു. 2016 ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ലഷ്കർ തൊയ്ബ ഒരു ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചു. അന്ന് ഇന്ത്യയിലെ ഉറിയിൽ 19 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ക്രോസ് ബോർഡർ റെയ്ഡുകളിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകി. ലിപ താഴ്വര വീണ്ടും നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ പ്രദേശം വീണ്ടും സമ്മർദ്ദത്തിലാണ്. ഇന്ത്യയുടെ സൈനിക പാനലന്മാർ ലിപ താഴ്വര പിടിച്ചെടുക്കാൻ ആലോചിക്കുകയാണ്. ഇന്ത്യയുടെ കിഴക്കൻ മുന്നണിയിലേക്ക് നിരീക്ഷിക്കുമ്പോൾ അതാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശുമായുള്ള അതിർത്തി. ഇവിടെ ഇന്ത്യൻ സൈന്യം സന്നദ്ധത വർദ്ധിപ്പിക്കുകയാണ്. ബംഗാളിലും പാകിസ്ഥാൻ സാന്നിധ്യമുണ്ട്. ഇതിൽ ISAയും സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. ബംഗാളിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പാകിസ്ഥാൻ സമീപിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ ഏജൻസികൾ വിശ്വസിക്കുന്നു. സ്ലീപ്പർ സെല്ലുകളുടെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെയും രഹസ്യ ചർച്ചകൾ അതിലുണ്ട്. ഈ മുന്നറിയിപ്പുകളുടെ സമയം നോക്കിയാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് അവ വരുന്നത്. പാകിസ്ഥാൻ NSA നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിൽ നിയമിച്ചത് മാലിക്കിനെയാണ്. ജനുവരി മാസത്തിൽ അദ്ദേഹം ബംഗാളിലായിരുന്നു. ധാക്കയിൽ വെച്ച് ഇയാൾ ബംഗ്ലാദേശ് സൈനിക മേധാവിയെ കണ്ടു. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരുവരും സമ്മതിച്ചു. ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ധാക്കയിലെത്തി. അവർ ഇപ്പോൾ ബംഗ്ലാദേശ് സൈന്യത്തെ പരിശീലിപ്പിക്കുകയാണ്. ഒരു കാലത്ത് ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ അടിച്ചമർത്തിയിരുന്നു. പാകിസ്ഥാൻ സൈന്യം സ്ത്രീകളെ പോലും കൂട്ടബലാത്സംഗം ചെയ്യുകയും ബംഗാളിൽ വംശഹത്യ നടത്തുകയും ചെയ്തു. ഇപ്പോൾ അവർ ബംഗ്ലാദേശിൽ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നു. ഇന്ത്യ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നു. മുഹമ്മദ് യൂനിസിന്റെ കീഴിൽ ബംഗാൾ അസ്ഥിരമായി തുടരുന്നു എന്നതാണ് സത്യം. ജമാഅത്തുൽ മുജാഹിദീൻ, അൻസാർ അൽ ഇസ്ലാം തുടങ്ങിയ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ബംഗ്ലാദേശിൽ പ്രചാരത്തിലുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് തീവ്രവാദികളോടുള്ള അടുപ്പം കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ബംഗാളിൽ ഭീഷണികൾ സൃഷ്ടിക്കാൻ കഴിയും. അതിനാൽ ഇന്ത്യ ഒരു റിസ്ക്കും എടുക്കുന്നില്ല. ബംഗാൾ അതിർത്തിയിൽ സൈന്യം പെട്രോളിംഗ് ശക്തമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അസഹിഷ്ണുത ഉണ്ടാകില്ലെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള സന്ദേശം. 2 വ്യത്യസ്ത അതിർത്തികളിൽ 2 വ്യത്യസ്ത സംഭവങ്ങൾ. ഒന്ന് കശ്മീർ ഭാഗത്തും മറ്റൊന്ന് ബംഗാൾ ഭാഗത്തുമാണ്. അവയ്ക്ക് ഏകോപനത്തിന്റെ അടയാളങ്ങളുണ്ട്. പടിഞ്ഞാറ് പാകിസ്ഥാൻ, കിഴക്ക് ബംഗാൾ എന്നീ 2 മുന്നണികളിലെയും ഓരോ നീക്കവും ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.